ഏകദേശം 1 വർഷം കഴിഞ്ഞ് നമ്മളെ ക്ലാസ് അല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങള് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മളെ മാറ്റങ്ങള് അല്ലേ? നിയ്യത്ത് 9, 11, 15, 16, 17 ബാങ്കിന്റെ ദുആഇന് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതുക. അതാണ് നമ്മ ലാസ്റ്റത്തെ. പിന്നെ കുറെ നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഇതിൽ കയറ്റിയിട്ടില്ല. 27 വട്ടം മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതിന്റെ ഫലം? നമുക്ക് വിശാലത ഉണ്ടാകുന്ന കൂടെ മറ്റുള്ളവർക്ക് വിശാലത ചെയ്യാനുള്ള അല്ലേ, അതിനുള്ള റിസ്ക് അല്ലാഹു നമുക്ക് തരും. റഹ്മത്ത് അല്ലാഹു ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ ഇത് വേണം. എന്നിട്ട് നമ്മ ഇത് വായിക്കണം. അപ്പൊ ഒരു 1 ഇയറിൽ ചെറിയ വ്യത്യാസം നമുക്ക് എന്തായാലും ഉണ്ട്. ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്നു കഴിഞ്ഞാൽ സാധാരണമായില്ലല്ലോ. അപ്പൊ നിയ്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. ഒന്നാമത്തെ തീരുമാനമായിരുന്നു നിയ്യത്ത്. ഏറ്റവും പ്രധാനമുള്ളതും നിയ്യത്ത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്യണം, തലമറക്കുക എന്ന സുന്നത്തിന്റെ നിയ്യത്ത് ചെയ്യണം. ഇൽമ പഠിക്കാൻ വരുമ്പോ വീട്ടിൽ നിന്ന് തന്നെ നിയ്യത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് നിയ്യത്ത് ചെയ്യണം. നമ്മളെ ജഹല് നീക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ജഹല് നീക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ മൈക്കൊക്കെ കൊള്ളാവും, പ്രശ്നമുണ്ട് മൈക്കിന്റെ. നമ്മൊരു ഇതില് എടുത്തു കഴിഞ്ഞാല് പിന്നെ മാറ്റാനും പറ്റില്ല ട്യൂണ്. അപ്പൊ ചിലപ്പോ സൗണ്ട് പോവും. ഇപ്പൊ തീരില്ല. അതല്ല ഇപ്പൊ കുഴപ്പമില്ല. നാളത്തെ ചുമ്മാക്ക് നമ്മള് ഇമാമ് നിൽക്കുന്ന സമയത്ത് ഖുർആൻ മൈക്കായിട്ട് മാറിയ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളെങ്ങനെ എടുക്കുക, ആ മൈക്ക് കറക്റ്റ് ആണെങ്കിൽ ഇതും അതും വ്യത്യാസം ഉണ്ടാവും. ഈ മൈക്കും ആ മൈക്കും വ്യത്യാസമുണ്ട്. ആ മൈക്ക് വെച്ചെടുക്കുമ്പോൾ സുഖമില്ല ക്ലാസ്. നമ്മ ഇങ്ങനെ ഇരുന്ന് കൊടുക്കേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. നമ്മിങ്ങനെ ബലം പിടിച്ച് നിൽക്കേണ്ടി വരും. എന്തോട്ടെ, നമ്മള് ഫസ്റ്റത്തെ തീരുമാനമാണ് നിയ്യത്ത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. വളരെ ആഴത്തിൽ പഠിക്കാനുണ്ട്. കാരണം നിയ്യത്താണെല്ലാം. നിയ്യത്തിന്റെ സ്ഥലമാണ് ഖൽബ്. ഒന്നും ചെയ്യണ്ട, നമ്മ പറയാറില്ലേ, അമലുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നിയ്യത്ത് ശ്രദ്ധിക്കുക. നിയ്യത്ത് ശ്രദ്ധിച്ചിട്ട് അമല് ചെയ്യാൻ അർത്ഥം, അല്ലാണ്ട് അമല് ചെയ്യേണ്ട അതല്ല. അമല് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല നിയ്യത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതാണ് പറഞ്ഞത്. അപ്പൊ അമലല്ല പ്രധാനം, നിയ്യത്താണ്. നിയ്യത്ത് ചെയ്ത് അമല് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഒരു പ്രവൃത്തിക്ക് മുമ്പ് നിയ്യത്ത് ഉണ്ടാവുക, അതിനു മുമ്പ് അറിവ് വേണം. അറിവില്ലാത്തൊരു കാര്യം നമ്മൾ ഉദ്ദേശിക്കൂല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാന്നാണ്. ഉദ്ദേശിക്കുക, കരുതുക എന്നൊക്കെയാണ്. അപ്പൊ നമുക്കറിയാത്തൊരു കാര്യം നമുക്ക് കരുതാൻ പറ്റൂല. അപ്പൊ ആദ്യം നമുക്ക് അറിവുണ്ടാക്കണം. ആ അറിവിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കുക. തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനം എടുക്കും. അതിനുശേഷമാണ് പ്രവൃത്തി ഉണ്ടാവുക. പക്ഷെ പ്രവൃത്തി ഉണ്ടായിക്കൊള്ളുന്നില്ല. തീരുമാനം എടുത്താലും കുതിരത്ത് വേണം നമുക്ക്. കുതിരത്ത് ഉണ്ട്, പക്ഷെ തീരുമാനം എടുത്താലും മോട്ടിവേഷൻ വേണം നമുക്ക്. തീരുമാനം എടുത്താലും ചിലപ്പോ തീരുമാനമൊക്കെ എടുക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. ചുരുങ്ങിയത് 5 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ഒരു 5 കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഒന്ന്, അറിവുണ്ടാവണം. ഒരു കാര്യം പ്രവർത്തിക്കാനുള്ള അറിവ്. ആ അറിവനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കാം. തീരുമാനിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ എത്രയോ ആൾക്കാരുണ്ടാവും, നമുക്ക് നടക്കാൻ ബൂതി ഉണ്ടാവും, സൂചിതൊക്കെ ശരിക്കും അയാൾക്ക് നിസ്കരിക്കാനുള്ള ബൂതി ഉണ്ടാവും. തീരുമാനമൊക്കെ ഉണ്ട്, പക്ഷെ നടക്കൂല. കാരണം എന്താ? കുതിരത്തില്ല, കഴിവില്ല. കഴിവ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ പാരലൈസ്ഡ് ആണ്, തളർവാദം പിടിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുത്തിട്ടും കാര്യമില്ലാന്ന്. അറിവുണ്ട്, തീരുമാനം എടുത്ത് ഉദ്ദേശിച്ചു. മോട്ടിവേഷനും ഉണ്ട്. മോട്ടിവേഷൻ പലതായിരിക്കും. അതിന് നേട്ടമായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ പ്രശ്നമായിരിക്കും. ഒരു അമല് ചെയ്യാതിരിക്കാൻ
അല്ലെങ്കിൽ ചെയ്യാൻ തന്നെ നരകം പേടി ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ മോട്ടിവേഷൻ ഉണ്ടാവും. മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. 2 കാര്യങ്ങൾ കൊണ്ട് മോട്ടിവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഒറ്റ കാര്യം കൊണ്ട് മോട്ടിവേഷൻ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ തന്നെ ഒന്ന് നടക്കും. ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാക്കെ. ഡോക്ടർ പറഞ്ഞത് നാളെ പത്യമായിട്ട് പറഞ്ഞു, പത്യം നാളെ പട്ടിണി എടുക്കണം, നാളെ പട്ടിണി എടുക്കണം. അപ്പൊ ഇവൻ തീരുമാനിച്ചു എന്തായാലും നാളെ പട്ടിണി എടുക്കുക. പക്ഷെ നാളെ നോക്കിയപ്പോ മുഹറം 10 നോമ്പ് സുന്നത്തുള്ള ദിവസം. അവന് രണ്ട് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ചെയ്യുവൻ. ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാത്രം പട്ടിണിക്ക് എടുക്കും, അതല്ല മുഹറം 10 പട്ടിണിക്ക് എടുക്കും. രണ്ടും കൂടി ഒത്തൊന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണം മാത്രം ഉണ്ടെങ്കിൽ തന്നെ ചെയ്യും. ചിലപ്പോ ഒരു കാരണം ഉണ്ടെങ്കിൽ ചെയ്യൂല, 2 കാരണം വേണ്ടി വരും. കാരണം തീരുമാനം എടുക്കാനുള്ള പ്രവർത്തനം ചെയ്യാൻ നമുക്കുള്ള മോട്ടിവേഷൻസ് പല ഐറ്റംസ് ആണ്, പ്രേരണകൾ. ചിലപ്പോ 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവും, ചിലപ്പോ ഒരു കാരണം തന്നെ മതിയാവും, ചിലപ്പോ ഒരു കാരണം കൊണ്ട് മതിയാവുന്ന സാധനത്തിന് വേറെ കാരണം കൂടി ഒരുമിച്ച് കൂടും. ക്ലിയർ ആവണ്ട? നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടല്ല? എനിക്കൊരു രസം കിട്ടില്ല ക്ലാസ്. സൗണ്ടിന് എന്തോ പ്രശ്നം, കുഴപ്പമില്ല, പ്രാക്ടീസ് ആയ ശരിയായിക്കോളും. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നിയത്തിനെ കുറിച്ച് ഒന്നും കൂടി ആഴത്തിൽ പഠിക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ സമയത്തും നിയത്ത് പഠിക്കണം. നമ്മൾ എഴുതി വെക്കണം. നമ്മൾ ഇൽമ പഠിക്കുമ്പോഴുള്ള നിയത്തുകൾ എഴുതണം. മനസ്സിലായില്ലേ? നമ്മ എഴുതി വെച്ചത് മൊത്തം വായിക്കും വേണം. ഇതാണ് നമ്മുടെ മാറ്റം. നമുക്ക് ആദ്യം അറിവുകൾ പകരും, എന്നിട്ട് അതിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. കുറേ അറിവിൽ നിന്ന് ചെറിയ തീരുമാനം എടുക്കണുള്ളൂ. അതും മറന്നുപോരും നമ്മൾ. ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഓർക്കുണ്ടാവില്ല നമുക്ക്. പക്ഷെ നമുക്ക് മാറ്റം ഉണ്ടാവും. ഉറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, അറിവ് പഠിക്കാൻ പോകുമ്പോൾ, ഓരോന്നിനെ കുറിച്ചും കുറെ തീയത്ത് വെക്കാനുണ്ട്. എത്രത്തോളം തീയത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വർദ്ധിപ്പിക്കാനാ. മനസ്സിലായ? നിയത്തിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് പവർ കൂടും. ഗസാലി ഇമാം പറയണത് ചെറിയ ചെറിയ അമലുകൾ വലിയ വലിയ അമലുകളായി മാറും, വലിയ പദവിയിലേക്ക് എത്തും. എന്തുകൊണ്ട്? നിയത്ത് കൊണ്ട്. ചിലപ്പോൾ വലിയ അമലായിരിക്കും, നിയത്ത് പോരെങ്കിൽ ചെറിയ അമലായി മാറും. ചിലപ്പോൾ ദുനിയാവിന്റെ അമലായി മാറും. അല്ലാഹു കാക്കട്ടെ. സ്വതക്ക ചെയ്യാറുണ്ടാ? എന്നും രാവിലെ സ്വതക്ക. സ്വതക്കയുടെ ഗുണം എന്താണ്? അസ്വദഖത്തു തറുദ്ദുൽ ബലാഅ വതുദവിൽ ഉംറ ശഫീഉനാ റസൂലുള്ളാഹി. ആപത്തുകൾ തട്ടിപ്പോകും. അതെല്ലാം ഓർക്ക് വരണ്ടല്ലേ. ദാനധർമ്മം ആപത്തുകൾ തടയും. ഏത് ഭണ്ഡാരത്തും ലയിച്ചിട്ടുണ്ടാവും. അതും മശഹൂറാണ്. എന്നല്ല മുസ്ലിങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഹിന്ദുക്കളൊക്കെ ബസ്സുകാരൊക്കെ ഇടുന്നത്. അപ്പൊ അത് ചെറിയൊരു എമൗണ്ട്, 3 മാസത്തിൽ 100 രൂപ. നമ്മ പറഞ്ഞ കണക്ക് പ്രകാരം 1 രൂപ. മറക്കരുതെന്നുള്ളൂ. മറവിയാണ്. മറക്കാതിരിക്കാനാണ് നമ്മൾ ഈ എഴുതി വെച്ചിട്ട് വായിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്താം. ഇതിനൊരു നിയത്ത് ചെയ്യണം. ഇത് വായിക്കുന്നതിന് എൻ്റെ ബുദ്ധിയിൽ ബർക്കത്തും ഇൽമെല്ലാം എഴുതിച്ചേക്കണ്. ഇൽമിന്റെ നിയത്തുകളാണ്. നിയത്തും നമ്മൾ വായിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളോട് എഴുതിച്ചേക്കണം. അപ്പൊ അത് വായിക്കാൻ ഒരു സമയം നമ്മൾ ഏതെങ്കിലും സമയത്ത് വായിക്കാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയെങ്കിലും വായിക്കാം. വെള്ളിയാഴ്ച നമുക്ക് കുറച്ച് സമയം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കല്ലേ എന്തായാലും. അപ്പൊ കുറച്ച് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഇതൊന്ന് വായിക്കാം. നമ്മൾ എഴുതി വെച്ചതേ ഫുള്ളല്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ വിഷയവും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാറ്റണം. അതായത് നമ്മൾ ശരിക്കും തുടങ്ങിയത് ഖുർആൻ ക്ലാസ് എന്തിന്? ലാ യദ്ഖുലുൽ ജന്നത വല്ലദീ നഫ്സി ബിയദിഹി ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഇല്ലാ ബിഹുസ്നിൽ ഖുൽഖി ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു സത്യം നടത്തും. മുത്തനബി പറയാണ്, ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ, ഒരാളും സ്വർഗ്ഗത്തിൽ കടക്കൂല, ഇല്ലാ ബിഹുസ്നിൽ ഖുൽഖി, സൽസ്വഭാവം കൊണ്ടല്ലാതെ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ ശഫീഉനാ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായിട്ടുള്ള ആള് എന്താണ്? സ്വഭാവം നന്നായ ആളാണ്. ഏറ്റവും കൂടുതൽ ആൾക്ക് മുത്തനബിയോട് ചോദിച്ചു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സരി മാ യുദ്ഖിലുൻ നാസ് അൽ ജന്ന, അക്സരി മാ യുദ്ഖിലുൻ നാസ്, ജനങ്ങളെ കൂടുതൽ ജനങ്ങളെയും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? കൂടുതൽ. മുത്തനബി പറഞ്ഞു അഹസിൻ എന്താണ്? ഹുസ്നുൽ ഖുൽഖ്. അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ് അൽ ജന്ന ഖാല ഹുസ്നുൽ ഖുൽഖ്. മുത്തനബി പറയാണ് സൽസ്വഭാവം.
ഖുർആൻ ക്ലാസ്, അതിൽ ഇൽമിന്റെ മഹത്വം നമുക്ക് കിട്ടും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഏറ്റവും ടോപ്പ് ഇൽമ് ഖുർആൻ പഠിപ്പിക്കുന്ന ആളും ഏറ്റവും ടോപ്പ് ആള്, ഏറ്റവും നല്ല ആള് മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിപ്പിക്കുന്ന ആളും അത് പഠിക്കുന്ന ആളാണ്. അപ്പൊ അതേതായാലും നമുക്ക് കിട്ടും. ഖുർആൻ ക്ലാസ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതില് നമ്മ പറഞ്ഞിരുന്നു, ഓദ്യം പറഞ്ഞിരുന്ന കാര്യം എന്താണ്? മുത്തുനബിയുടെ സ്വഭാവത്തിനെ കുറിച്ച് ചോദിച്ചു. ഇന്നക ലഅല ഖുലുഖിൻ അദീം. മുത്തുനബിയാണ് ഏറ്റവും ടോപ്പ് സ്വഭാവത്തിന്റെ ഉടമ, അറിയാലോ. അപ്പൊ മുത്തുനബിയുടെ സ്വഭാവത്തിനെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? മുത്തുനബിയുടെ സ്വഭാവം ഖുർആനാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മള് ഇതുകൊണ്ടുള്ള ഉദ്ദേശം, ക്ലാസ്, ഏത് ക്ലാസ് ആയാലും ഏത് പ്രസംഗമായാലും വേണ്ടില്ല, എന്തായിരിക്കും നമ്മളെ ലക്ഷ്യം? നമ്മളെ സ്വഭാവം നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല സ്വഭാവം കൊണ്ടാണ്. ഏറ്റവും ടോപ്പ് സ്വഭാവം ആർക്കാണ്? മുത്തുനബിക്കാണ്. പിന്നെ ആയിരിക്കും ഏറ്റവും സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും അതിലോട്ട് അടുത്തവർക്ക്. അപ്പോ ഈ നല്ല സ്വഭാവം എന്ന് പറയുന്നത് നമ്മ കുറെ ആൾക്കാരെ കുറിച്ച് നല്ല സ്വഭാവം എന്ന് പറയും. ഏത് ആളങ്ങനെ ഇരുന്നോട്ടെ, കള്ളുടിച്ചോട്ടെ, നല്ല സ്വഭാവം എന്ന് പറയും. അപ്പൊ നല്ല സ്വഭാവമാണെങ്കിൽ ഇങ്ങനെ കള്ളുടിക്കല്, അത് അവൻ നന്ദിയില്ലാത്ത പരിപാടിയല്ല ചെയ്യുന്നത്. നന്ദില്ലായ്മ എന്നുള്ളത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. മനസ്സിലായില്ല? കള്ളു കുടിച്ചോട്ടെ നല്ല സ്വഭാവം എന്ന് പറയുന്നത് ഏത് വിഷയം, ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായിരിക്കും പറയണത്. നന്ദില്ലായ്മ നല്ല സ്വഭാവം എന്ന് ചോദിച്ചാൽ അതൊരിക്കലും നല്ല സ്വഭാവമല്ലല്ലോ. നന്ദി ചെയ്യൂല ഒരാള്, അവനെ കള്ളുടിക്കല് നന്ദിയില്ലാത്ത സ്വഭാവമല്ലേ? മനസ്സിലായില്ല? അപ്പൊ അവന്റെ രക്ഷിതാവിനെ കുറിച്ച് ചിലപ്പോ ഹിന്ദുക്കളെ കുറിച്ച് പറയും, ആള് ഹിന്ദുണെങ്കിലും നല്ല സ്വഭാവം ഉണ്ടെന്ന് പറയും. ഹിന്ദുണെങ്കിലും എങ്ങനെ നല്ല സ്വഭാവമാവല്? അള്ളാഹു അവർക്ക് നല്ല ബുദ്ധിശക്തി കൊടുത്ത്, പറയില്ല ന്യൂട്ടനെ പറ്റിയ മളി എന്ന് പറഞ്ഞ മാതിരി നല്ല ബുദ്ധിശക്തിയൊക്കെ കൊടുത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത് അവന്റെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഇട്ട് കൊടുത്തിട്ട് അവനെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പിന്നെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ അള്ളാഹുക്കെതിരാണ്. പിന്നെ അവൻ എങ്ങനെ നല്ല സ്വഭാവമല്ലേ? അപ്പൊ നല്ല സ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുത്തവർക്ക് മാത്രമേ നല്ല സ്വഭാവം ഉണ്ടാവുക, അല്ലാത്തതൊന്നും നല്ല സ്വഭാവത്തിലേക്ക് പെടൂല. അപ്പൊ നമ്മളെ ലക്ഷ്യം, ഓരോ ക്ലാസിന്റെയും ലക്ഷ്യം നമ്മളെ സ്വഭാവം നന്നാക്കിയെടുക്കണം, മാറ്റം വരണം. ആ മാറ്റം വരുന്നതിൽ പെട്ടതാണ് ഒക്കെ ലക്ഷ്യം, ഒക്കെ ഈ നിഅമത്ത് ചെയ്തവരിലേക്ക് നമ്മളെ ചിന്ത എപ്പോഴും കൊണ്ടുപോവുക. മീൻസ് അള്ളാഹുവിലേക്ക് ആക്കി മാറ്റാൻ നടത്താം. അതാണ് നല്ല സ്വഭാവം. മനസ്സിലായി? അപ്പൊ നിയ്യത്ത് ചെയ്യാണ് എന്തിന്? ഉറങ്ങുമ്പോ എന്തിന്? ഇബാദത്ത് ചെയ്യാൻ, ആരോഗ്യം അല്ലെങ്കിൽ ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടി. ആർക്ക് ഇബാദത്ത് ചെയ്യാൻ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? നമ്മള് അള്ളാഹനെ മറക്കരുത്. അള്ളാഹ് പടച്ചത് അതിന് വേണ്ടിയിട്ടാ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലേ? അപ്പൊ അള്ളാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചിട്ടുള്ളത്. അപ്പൊ ഏത് സമയം അതിനെതിരെ പ്രവർത്തിക്കുന്ന നല്ല സ്വഭാവമല്ല. അതിന് അള്ളാഹ്ക്ക് അങ്ങനെ എന്താ അവകാശം? നമ്മളെ കൊണ്ട് അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ? അപ്പൊ പിന്നെ ആർക്കടെ അവകാശമുള്ളത്? നമ്മളെ പടച്ചെന്നുള്ളതല്ലേ. അതിന് നമ്മൾ ഹംദ് പറയാൻ മറന്നു പോകരുത്, ഹംദ് പറയാൻ ക്ഷീണം കാണിക്കരുത്. കാരണം എന്താ? അള്ളാഹു നമുക്ക് നിഅമത്ത് ചെയ്യാൻ ക്ഷീണം കാണിക്കുന്നില്ല. ഞാൻ ഭയങ്കര ബിസി, ഞാൻ ഭയങ്കര ടയേർഡ്, എന്തിന് താങ്ക്സ് പറയാൻ, അള്ളാഹുവിനോട് നന്ദി പറയാൻ എനിക്ക് ടൈമില്ല. പക്ഷേ അള്ളാഹ്ക്ക് ഓരോ നിമിഷവും നമുക്ക് നിഅമത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ, അതിനവനക്ക് ടൈം ഉണ്ട് ട്ടാ. അള്ളാഹു ഫുൾ ടൈം നിങ്ങളെങ്ങാനും നിഅമത്തിനെ കുറിച്ച് എണ്ണണമെങ്കിൽ ഒരിക്കലും കഴിയൂല. നമ്മള് ലിസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? മനസ്സിലുണ്ടാക്കി മതി, മെന്റൽ ലിസ്റ്റ്. വണ്ടിയൊക്കെ നമ്മൾ ഓടിക്കൂലേ? അതായത് നന്ദിയുള്ള ആളായി മാറാന്നുള്ളതാണല്ലോ. കുറച്ചാൾക്കാരുള്ളല്ലേ ഉള്ളൂ. കുറച്ചാൾക്കാരുള്ളടത്ത് പോയി പറഞ്ഞ നമ്മള് വലിയമ്മ തഷ്കുറൂൻ ഖുർആൻ പറഞ്ഞതാ. കുറച്ചാൾക്കാർ, കുറച്ച് നേരം അർത്ഥം വെരി റയർ എന്നാ. ഖലീലമ്മ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാൾക്കാർ എന്നർത്ഥം. അപ്പൊ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചുള്ളൂ. ഈ നന്ദിയുള്ള ആളാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മുൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. ഏറ്റവും നല്ലത് നീ എപ്പോഴും താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും യോജിപ്പ്. അപ്പൊ നീ അള്ളാന്റെ നിഅമത്തുകളെ നിന്ദിക്കൂല. അള്ളാന്റെ നിഅമത്ത് നിന്ദിക്കാതിരിക്കണമെങ്കിൽ നമ്മ എന്ത് ചെയ്യണം? മൈൻഡ് ഒന്ന് താഴ്ത്തണം. മേലേക്ക് നോക്കിയാൽ നന്ദി ചെയ്യാൻ തോന്നൂല. അതോ എനിക്കില്ല എന്ന് തോന്നുള്ളൂ. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ദേ ആർ ലുക്കിംഗ് വാട്ട് ദേ ഡോണ്ട് ഹാവ്.
അധികം ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കെന്തില്ല, എന്തിനാ, എന്നിട്ട് അത് നേടിയെടുക്കണം. ഓക്കെ, അത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. അപ്പൊ ശുക്ർ ചെയ്യാൻ നമുക്ക് സമയമില്ല. അള്ളാഹ്ക്ക് നിയമത്ത് ചെയ്യാൻ സമയമുണ്ട് എന്നുള്ളത് ഓർമ്മിച്ചാൽ നമുക്ക് ശുക്ർ ചെയ്യാൻ സമയം കിട്ടും. അപ്പൊ നമ്മൾ വണ്ടിമൊക്കെ പോകുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഏത്? നമ്മൾ ഒന്നുകിൽ മേലെ തുടങ്ങി താഴെ തുടങ്ങാം. നമ്മൾ ഈ തലച്ചോ ഇവിടെ തന്നെ ഉള്ള അവയവങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. കണ്ണിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. ചിന്തിക്കണമല്ലോ. ചിന്തിക്കുന്നവർക്കാണ് അത് ദൃഷ്ടാന്തം, അല്ലാത്തവർക്കല്ല. ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. ബുദ്ധിയെ യൂസ് ചെയ്ത് ചിന്തിക്കണം. നമ്മ പറഞ്ഞിരുന്നു മറ്റേ ബുദ്ധക്ക് പ്രസംഗിച്ച് ചിന്ത ഉണ്ട്, പക്ഷെ സ്റ്റോപ്പ് ചെയ്യും മനഃപൂർവ്വം. ഫുള്ളായിട്ട് വിടൂല ചിന്തനെ. നമ്മൾ ഭാവിനെ കുറിച്ച് ചിന്തിക്കും, പക്ഷെ കുറച്ച് ചിന്തിക്കുള്ളൂ. എന്നിട്ടൊന്നും കൂടി ചോദിച്ച് അവസാനിപ്പിക്കൂല. ഈ ചിന്ത ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട പോലെ ചിന്തിക്കുന്നില്ല. നമ്മൾ പറഞ്ഞില്ല, ഹാർട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹാർട്ടിനെ കുറിച്ച് പഠിച്ചാൽ ഈ മനുഷ്യന്റെ ശരീരത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ വെറുതെ ചിന്തിക്കാം. നമ്മൾ പോകുമ്പോ ചിന്തിക്കുക. ഇതിൽ അള്ളാഹുവിൽ ചിന്ത അള്ളാഹിന്റെ സൃഷ്ടിപ്പല്ലേ. മനാറഫ നഫ്സ ഫഖദ് അറഫ റബ്ബന്നല്ലേ. നമ്മളെ ഒന്ന് അറിഞ്ഞാൽ മതി. ഏകദേശം 4 മൈല് സ്ഥലം വേണമെന്ന ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കണമെങ്കിൽ, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ശരിക്കും ഇതേപോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യണമെങ്കിലേ അതിന്റെ സൗണ്ട് എത്രയോ ദൂരത്തേക്ക് കേൾക്കുന്നു. ഇത്രയും നമ്മളെ ശരീരത്തിൽ എന്തെല്ലാം മിഷനുകൾ ഓരോ സമയം വർക്ക് ചെയ്തെടുക്കുന്നത്, സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടായി. ഇതില് ആയിരക്കണക്കിന് കിലോമീറ്റർ പോകുന്ന ഞരമ്പുകളില്ലേ, ഒരു ഞരമ്പ് പോയാൽ മതി, എന്ത് നമുക്ക് പണിയായി. ഒരു ഞരമ്പ് പൊട്ടിയാൽ മതി തലച്ചോറത്തെ. അള്ളാഹു കാക്കട്ടെ. തലച്ചോറിലേ എന്തെങ്കിലും പെട്ടി കഴിഞ്ഞാൽ ബ്ലോക്കായി, പ്രശ്നമായി, ഒന്നുപോലും പൊട്ടുന്നില്ല. നമ്മളൊക്കെ സെറ്റപ്പാണ്. അല്ല, അതായത് അവിടത്തെ തന്നെ നിയമത്തിന് നമ്മൾ ഹംദ് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് കരച്ചിട്ട് വരും. കണ്ണിനെ കുറിച്ച് ചിന്തിച്ചാൽ, മൂക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ, നാവിനെ കുറിച്ച് ചിന്തിച്ചാൽ, പല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ പല്ല് വേദന വന്നാൽ മതി. ഒരു പല്ല് വേദന വന്നാൽ മതി, നിസ്കരിക്കാൻ തോന്നുന്നു. നിസ്കാരം ഒന്നും ഖലാസുമില്ല, ഒരു കുന്തുമില്ല, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് പിന്നെ വേറൊന്നും ചിന്തിക്കാനും പറ്റൂല. അങ്ങനെയാണ് മഹാന്മാരെ കുറിച്ച് പറയുന്നത്. മഹാന്മാര് മറ്റുള്ളവരുടെ ഐബുകളെ കുറിച്ച് ചിന്തിക്കൂലെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് രോഗി മറ്റുള്ളവരുടെ വേദനയേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ വേദനയെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം അവനക്ക് വേദന ഉണ്ട്. അവന്റെ ഫുൾ ടൈം ചിന്ത പല്ലുവാനാണ്. പല്ലുവാനെടുത്ത് കേൾക്കുന്നോട് മിണ്ടാണ്ടെന്ന് എനിക്ക് പല്ലുവാനെടുക്കണം. ഞാൻ ഇല്ല, ഒന്നിനും ഞാൻ ഇല്ല. അല്ലാതെ ഗാനമേള എന്ത് ഗാനമേള പല്ലുവാനെടുത്തിട്ട് വലിയ ലാസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, നോമ്പിന് ഒരാള് സ്വതേ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്തേ പല്ല് വേദന എടുത്ത് സഹിക്കാൻ പറ്റണില്ല. അപ്പൊ ഇഞ്ചക്ഷൻ നോമ്പ് മുറിയോന്ന് പകൽ ഇഞ്ചക്ഷൻ ചെയ്യണം. പല്ലുവേദന എടുക്കാനോ ഒക്കെ ടെൻഷനായിട്ട് അപ്പൊ ഇഞ്ചക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കൊടുത്ത്. അത്ര ഉള്ളു നമ്മളൊരു പല്ല് വായ്പുണ്ടെന്നാ പോരെ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വെറുതെ നടക്കും. നമ്മൾ വണ്ടിമൊക്കെ പോകുമ്പോഴേ എന്തിനാ? ഹംദ് പറയാൻ വേണ്ടി മാത്രം. അല്ലാഹു തൗഫീഖ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ? സ്വഭാവം നന്നാക്കുന്നതിൽ പെട്ടതാണ് ചിന്തിക്കാന്നുള്ളത്. അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ ചിന്തിക്കുക. പിന്നെ നമ്മൾ ഈ ടാങ്കി ക്ലിയർ ആക്കാൻ പോകാൻ ശരിക്കും പറഞ്ഞില്ലേ, ടാങ്കി ക്ലിയർ ആക്കുക. നമ്മൾ ഹൃദയമാകുന്ന ടാങ്കില്ലേ, അത് ക്ലിയർ ആക്കണമെങ്കിൽ ഒരു ടാങ്ക് നമ്മൾ സാധാരണ കഴുകുന്ന മാതിരി എന്ത് ചെയ്യുക? നമ്മൾ ടാങ്കി ക്ലിയർ ആക്കണമെങ്കിൽ നമ്മ വീട്ടിലെ ടാങ്കി എങ്ങനെ ക്ലിയർ ആക്കും? ടാങ്കിലേക്ക് ഇങ്ങനെ കുറേ പൈപ്പിൽ നിന്ന് കച്ചറ വെള്ളം വരുന്നുണ്ട്, 5 പൈപ്പിൽ നിന്ന്. അപ്പൊ അവന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി വൃത്തിയാക്കണം, ഇപ്പൊ സൈഡിൽ ഇങ്ങനെ വെള്ളം വരുന്നേ. അപ്പൊ ബുദ്ധിയുള്ള എന്താ ചെയ്യേണ്ട? ആദ്യം എന്ത് ചെയ്യണ്ടേ? ടാങ്ക് വൃത്തിയാക്കാൻ പോലെ ആ പൈപ്പ് ഒന്ന് പൂട്ട്, ദയവ് ചെയ്ത് ആ പൈപ്പ് പൂട്ട്, എന്നിട്ട് ഇതിലത്തെ വെള്ളം കോരിക്കളയാം. ഇതിങ്ങനെ കോരിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, അവൻ പൊട്ടന്. അവനാണ് ആദ്യം പറയുന്നൊന്നും പൂട്ടി വെക്ക്. ശേഷം ഈ കച്ചറ വെള്ളം വൃത്തിയാക്കിയിട്ട് പിന്നെ നല്ല വെള്ളം അടിക്കണം. അപ്പൊ ടാങ്ക് ക്ലിയർ ആവുള്ളൂ. വീണ്ടും കച്ചറ വെള്ളം അടിച്ച പിന്നെ വൃത്തിയാക്കി കാര്യമില്ല. അപ്പൊ ഇതേ ഉദാഹരണം തന്നെ നമുക്ക് പറയാന്ന് വെച്ചാല് ഹൃദയത്തിലേക്കുള്ള പൈപ്പുകൾ അതൊന്ന് പൂട്ട്, മീൻസ് ദയവ് ചെയ്ത് ഹറാമൊക്കെ നിർത്തിവെക്ക്. എന്നിട്ട് നമുക്ക് പുതിയത് കയറ്റാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളെ ഹൃദയം ശുദ്ധിയാക്കണ്ടേ? അതിനുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ വേറെ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഒന്നും മനസ്സിൽ പതിയൂല. മനസ്സിലായോ? അപ്പൊ നമ്മളെ ഹൃദയം ശുദ്ധിയാക്കണം. ഹൃദയം ശുദ്ധിയാക്കണമെങ്കിൽ ആദ്യം നമ്മളെ കണ്ണ് സൂക്ഷിക്കുക. അപ്പൊ നമ്മ ഇൻപുട്ട് നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം.
മെയിനായിട്ട്. പിന്നെ നാവ് സൂക്ഷിക്കണം. ഈ 3 സാധനമാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. മണം വലിയ കുഴപ്പമുണ്ടാവില്ല, മണത്തിട്ട ഹറാമജിന് കുറവാണ്. പിന്നെ സ്പർശനം ഉണ്ടാവും, അത് കണ്ണിഷ്ടപ്പെട്ടതിനെ പോയിട്ട് സ്പർശിക്കുള്ളൂ. കണ്ണായിരിക്കും അതിന്റെ മെയിൻ സാധനം. സ്പർശന സുഖം ലഭിക്കണമെങ്കിൽ കണ്ണ് ആദ്യം ഇഷ്ടപ്പെടണം, ഭംഗിമലേ പോവുള്ളൂ. അപ്പോ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഓട്ടോമാറ്റിക് ഇവിടെ ശുദ്ധിയാവും. ഇവിടെ ശുദ്ധിയായി അവിടെ ശുദ്ധിയാവും. പരസ്പരം പൂരകങ്ങൾ മുത്തലാസിമാൻ എന്ന് പറയും. അത് ശരിയായി ഇത് ശരിയാവും, ഇത് ശരിയായി അത് ശരിയാവും. പക്ഷേ നമുക്ക് ഇതിങ്ങോട്ട് ശരിയാക്കിയിട്ട് അത് ശരിയാക്കാന്ന് വെച്ചാൽ നടക്കില്ല. കാരണം നമ്മൾ ഇത് പൂട്ടണം, പഥ്യം ആചരിക്കണം. മരുന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്? ഇപ്പം വേറെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇറച്ചി കഴിക്കാൻ പാടില്ല അവനക്ക്. പക്ഷെ ഇറച്ചി കഴിച്ചാൽ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ ഡോക്ടറിന് ഇറച്ചി കഴിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഇറച്ചിയും കഴിക്കും മരുന്നും കഴിക്കും, പക്ഷെ രോഗം കണ്ട് മാറിക്കിട്ടില്ല വേഗം. പഥ്യം ആചരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ കണ്ണുകളെ ബ്ലോക്ക് ചെയ്യണം. മീൻസ് അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കുക, സ്വഭാവ ശുദ്ധീകരണമാണ് നമ്മളെ ലക്ഷ്യം. ഖുർആനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഓതിയോടത്തോളം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ്, കുറച്ച് യാസീനിൽ തന്നെയുള്ള സ്വഭാവത്തിന്റെ നമ്മെ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളൂ. നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതം മാറുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. പക്ഷെ മറന്നുപോയാൽ പഠിച്ചതും പഠിക്കാത്തതും ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊന്നും വായിക്കാൻ സമയം കണ്ടെത്തണം. അപ്പൊ നമ്മൾ നിയ്യത്തിനെ കുറിച്ച് ഇപ്പോ പഠിച്ചത് നമ്മൾ ചെയ്യാം. പിന്നെ അതിന്റെ യാഥാർത്ഥ്യങ്ങളിൽ പോകണം. എന്താണ് നിയ്യത്ത്, എങ്ങനെയാണ് നിയ്യത്ത്? അപ്പൊ നിയ്യത്ത് ചെയ്താൽ ഇത്രയും വലിയ പവറുണ്ട്. കാരണം എന്താണ്? കാരണം ഹൃദയമാണല്ലോ വിഷയം. നിയ്യത്തിന്റെ സ്ഥലം ഹൃദയത്തിലാണല്ലോ. ഹൃദയം അറിഞ്ഞതേ തെറ്റുള്ളൂ, ഹൃദയം അറിയാത്തത് തെറ്റില്ല. നമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരാളുകൾ കൈപോക്കി വയ്ക്കും, ഒരാളെ കണ്ണിൽ കണ്ടുകൊണ്ട് കണ്ണിന് കാഴ്ച പോയി, തെറ്റില്ല. ചിലപ്പോ ഭൗതികമായിട്ട് ചിലപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതല്ല മനഃപൂർവ്വം കുത്തി, ചിലപ്പോൾ ഭൗതികമായിട്ട് ചിലപ്പം വാദിച്ച് ജയിച്ചിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരനാവും. മനഃപൂർവ്വം മനസ്സ് അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് തെറ്റ് വരുന്നത്. അപ്പൊ മനസ്സാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് മനസ്സിലാക്കി പോട്ടെ. രാവിലെ സദഖ, എന്നും ഇസ്തിഗ്ഫാർ, ഡോക്യുമെന്റ് ഉണ്ടാക്കണം നമ്മള്. മനസ്സിലായില്ല? ഇസ്തിഗ്ഫാർ എന്തിന്? നമുക്ക് ഖുർആൻ എന്താ പറഞ്ഞേക്കണത്, ഹദീസ് എന്താ പറഞ്ഞേക്കണത്? മലയാളത്തിൽ മതി, മനസ്സിലായ? എന്നിട്ട് ഹദീസ് എന്താ പറഞ്ഞേക്കണത്, മഹാന്മാരെന്താ പറഞ്ഞേക്കണത്, അതിന്റെ നേട്ടം എന്താണ്, അത് ചെല്ലില്ലെങ്കിൽ കോട്ടം എന്താണ്? കുറച്ച് കാര്യങ്ങളിലും നമുക്ക് കയ്യിൽ എപ്പോഴും വേണം. എന്തിനാ? നമുക്ക് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഇത് ചില സമയത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. ഹംദിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ മെയിൻ വിഷയങ്ങൾ. ഓക്കെ, നിയമത്തിന് അതെ, ഹംദ് നിയമത്ത് അല്ല, ഹംദ് ശുക്ർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ശുക്റാണ് നമ്മുടെ വിഷയം. നന്ദി ചെയ്യുക. ശുക്ർ ആവണമെങ്കിൽ ഓരോ നിയമത്തിന് മുഖാബലയും ചെയ്യണം എന്നിട്ട് പറഞ്ഞു അല്ലേ? അതിലേറ്റവും വലിയ നിയമത്ത് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. മുസ്ലിമാണ്, ജീവനുണ്ട്, നേരമ്പളത്തിന് ചതന്മ ചെയ്യും. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി, അല്ലേ? എനിക്ക് ഞാൻ ലൈവാണ്, ജീവിക്കുന്നുണ്ട്, ഒക്കെ ജീവൻ കിട്ടി. ജീവനില്ലാതെ കുറെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഒരു ചാൻസും കൂടി തന്നെ, നമുക്ക് ഒരു ദിവസം കൂടി നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ ആരാധിക്കാൻ വേണ്ടി ചാൻസ് തന്നിട്ടുണ്ട്. എല്ലാ വർക്കുണ്ട്, എല്ലാ ഇതുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഇരിക്കുമ്പോൾ കൈ വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തളർവാ നേരമ്പഴത്തേന് ചോദിക്കുമ്പോൾ കാല് ധരിച്ചിരിക്കുന്ന വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഓക്കെയാണ്, അൽഹംദുലില്ലാഹ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. എന്നും മനസ്സിൽ ക്ലീൻ ചെയ്യുക, പുറത്തു കൊടുക്കുക. ഓരോന്നിനെ കുറിച്ച് നമ്മൾ വിശാലമായ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും മിക്കവാറും തീരുമാനം എടുത്തിട്ടുണ്ടാവുക. തട്ടിക്കുടഞ്ഞ് കിടക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. കിടക്കുന്ന സമയത്ത് ഇന്ന് മരിച്ചാൽ നാളെ നേരം അതല്ലേ വൈദമാമത്തനി എന്നാണ്. ഇത് നമ്മൾ വ്യാസിൽ പറ്റിയിരിക്കുന്നതാണ്. അവർക്ക് വലിയ ദൃഷ്ടാന്തം. ആയത്ത് എന്ന് പറഞ്ഞാൽ വലിയ ദൃഷ്ടാന്താണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കണ്ണു തുറപ്പിക്കുന്ന ടോപ്പ് ദൃഷ്ടാന്തങ്ങളാണ് പറയുന്നത്. ഇത് ഡെയിലി മരിക്കുന്നുണ്ട്, ഡെയിലി മരിച്ചിട്ട് എനിക്കുന്നു. കുറെ ആൾക്കാർ ഈ വിശ്വാസം വരാത്ത ഇനിയൊരു ജീവിതം ഉണ്ടാവുമെന്ന് ആര് പറഞ്ഞു? നമ്മ നശിച്ചു പോയിട്ട് ചോടല വെച്ചിട്ട് കത്തിച്ച് കരിച്ചു കളഞ്ഞ സാധനത്തിന്. അപ്പൊ അതാണ് പറയുന്നത്, വായത്തുല്ലഹും മരിച്ച ഭൂമി, തരിച്ചു ഭൂമിയായിരിക്കും. കൂനപ്പറമ്പിലൊക്കെ പോയി നോക്കിയാൽ കാണാം, മഴ അങ്ങോട്ട് പോയിമ്പോ കാണാൻ ചെടിയും ഓരോ പുല്ലുകൾ നിറഞ്ഞ കാടായി മാറും. പിന്നെ കുറച്ച് കളയുമ്പോ വീണ്ടും ഇതാണ്. ഡെയിലി നമ്മ ഉറങ്ങുന്നുണ്ട്, ഉറങ്ങണ മൗത്താണ്. അന്നോമ അഹുൽ മൗത്ത് വലാ യമൂതു അഹ്ലുൽ ജന്ന. മരണത്തിന്റെ സഹോദരനാണ്. കറക്റ്റ് മരിച്ചവനും ഉറങ്ങണമെന്ന് തുല്യല്ലേ? നിങ്ങൾ നോക്കി നോക്കിയാൽ ശ്വാസം വലിക്കണമെന്നല്ലാത്ത വേറെ എന്താ വ്യത്യാസമുള്ളത്? മരിച്ചെടുക്കുന്നതായി തോന്നും നമ്മള്. ഒരാളെ ശരിക്കും ബുദ്ധിയുള്ള ഒരാളെ നിരീക്ഷിക്കുമ്പോഴേ മരിച്ചെടുക്കുന്നത് തോന്നും ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ.
ചിലവരുറങ്ങിയാൽ ചില മുഖത്ത് കൈ വെച്ച് നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ല. പയം മരിച്ചോളൂ ശ്വാസം ഉണ്ടോ നോക്കുന്നു. അപ്പോ ഡെയിലി ഓർമ്മിപ്പിക്കണ്ടേ പുനർജന്മില്ലാന്ന് അള്ളാഹ് വിളിച്ചു പറയണ്. ഡെയിലി നിന്നെ ചെയ്യുന്നുണ്ട്, ധരിപ്പിക്കുന്നുണ്ട്, ചിന്തിച്ചോളി പുനർജന്മം ഉണ്ട് കേട്ടോന്ന്. അപ്പോൾ അത് ഡെയിലി മനസ്സ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. തട്ടിക്കുറഞ്ഞ് കിടക്കുക, നമ്മൾ നോക്കുക. അപ്പൊ അതിനാദ്യം പ്രയാസമായിരിക്കും. പക്ഷെ ചെറുതായിട്ട് തുടങ്ങുക. എന്ത് ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു കണക്കെടുപ്പ്, ആഴ്ചയിൽ നോക്കുക. ഈ ആഴ്ചയിലെ എൻ്റെ ലൈഫ് എനിക്ക് ഏതെങ്കിലും മുഅ്മിനിനോട് വെറുപ്പ് വന്നിട്ടുണ്ടോ? ഞാൻ മുഖേന ഏതെങ്കിലും ഒരു മുഅ്മിനെ വേദനിച്ചിട്ടുണ്ടോ? അതങ്ങനെ ബാക്കിലേക്ക് പോകണം. ശരിക്കും ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള കണക്കെടുപ്പ് നടത്തണം. എന്നിട്ട് നമ്മ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ദീപത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഓപ്ഷൻ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? പൊരുത്തപ്പിടിക്കാൻ പറ്റാത്തവരോട് എന്ത് ചെയ്യും? മരിച്ചു പോയാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാ അല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലഹും 50 വട്ടെങ്കിലും ചില പറഞ്ഞിട്ടുണ്ട്. ആർക്കതാ? അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ആരെങ്കിലോടും അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ, രക്തബന്ധങ്ങൾ. ഫസ്റ്റത്തെ ചെക്കിംഗ് ആണ്. എനിക്ക് ആരെങ്കിലോടും ദേഷ്യമുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലോടും ദേഷ്യമുണ്ടോ? സുന്നിയോടാ ഇതിൽ തന്നെ പറഞ്ഞേ പെട്ടെന്നൊന്ന് എനിക്ക് ആരെങ്കിലോടും ദേഷ്യമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് കുടുംബബന്ധം മൊത്തം നോക്കുക. ഉപ്പ ഉമ്മ ഒരു കുഴപ്പമില്ല അൽഹംദുലില്ലാ. ഇനി ജ്യേഷ്ഠൻ അനുജൻ എന്താ നോക്കുക. നമ്മളെ കാര്യം പറയണേ, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനോ പറയണമെന്നല്ല, നമ്മളെ കാര്യം തന്നെ ചെക്ക് ചെയ്യാൻ പറയണം. പിന്നെ അയൽവാസികൾ നോക്കുക. പിന്നെ നമ്മൾ പഠിച്ച അതിൽ ഉസ്താമാരുണ്ടെന്ന് നോക്കുക. ചെറുപ്പത്തിലുള്ള ഉസ്താമാര്, ടീച്ചർമാരുണ്ടെങ്കിൽ ഹിന്ദുക്കളാലും വേണ്ടില്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ, പോയിട്ടൊന്ന് പൊരുത്ത പഠിക്കാൻ പറ്റുന്നെങ്കിൽ റാഹത്താണ്. ചെറുപ്പത്തിൽ പോലും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെ അതല്ല ചെളിങ്ങാട് പ്രത്യേകിച്ച് നമ്മള് അതിങ്ങനെ കളിയാക്കലൊക്കെ ആരായിരുന്നു നമുക്ക് ആറമ്പച്ചിലൊക്കെ. അപ്പൊ അതൊക്കെ ജീവിതത്തിന് മാറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആഫിയത്ത് ചോദിക്കുക. പണ്ടൊരാള് നമ്മ കഥ പറഞ്ഞ ഒരാൾ എന്ത് ചെയ്ത്, ആൾക്ക് 2 റൊട്ടി കിട്ടിയാൽ മതിയെന്നു നമ്മ പറഞ്ഞു. 2 റൊട്ടി ഇട്ടാൻ വേണ്ടി എപ്പോഴും അള്ളോട് പറഞ്ഞു ഒരു ദിവസം, അപ്പൊ എനിക്ക് 2 റൊട്ടി കിട്ടണമെങ്കിൽ ഞാൻ ഈ പ്രയാസപ്പെടണം. 30 ഇടങ്ങറായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിക്കണം. അപ്പൊ 2 റൊട്ടി കിട്ടിയാൽ മതി എന്ന് ദുആ ചെയ്ത്. അപ്പൊ പിന്നെ എനിക്ക് ഈ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലാന്ന്. അങ്ങനെ അയാൾ എന്തോ 2 ആൾക്കാർ തല്ലുകൊണ്ടാണ്ടതാ. ആ തല്ലുകൊണ്ട കണ്ടപ്പോ പോയിട്ട് ഒന്ന് സുൽഹാക്കാൻ ചെന്ന് അതിലൊരാള് അടിച്ചത് ഇയാളെ തല കിട്ടി. അങ്ങനെ പോലീസ് വന്ന് നോക്കിയപ്പോ 3 ആളും കൂടി തല്ലി ഇയാളെ കൊണ്ട് ജയിലിലിട്ട് ഡെയിലി 2 റൊട്ടി ഇട്ടുണ്ട് ആൾക്ക്. സ്വീകരിച്ച്. അപ്പൊ അയാൾക്ക് ഉറക്കത്തിൽ വന്നിട്ടൊരു വിളിയാളം കേടുന്ന അയാൾ പറഞ്ഞത്, നീ ഇങ്ങനെ ദുആ ചെയ്താണ് പ്രശ്നമായത്. 2 റൊട്ടിൽ ചോദിച്ചപ്പോ അപ്പൊ ചോദിക്കേണ്ടത് ആഫിയത്താണ് എന്ന് മുപ്പരോട് പറഞ്ഞു കൊടുത്തതാ. ഇപ്പടുത്ത് ഞാൻ കിതാബിൽ കണ്ടു. പിന്നെ അപ്പൊ ആഫിയത്ത് ഏറ്റവും പ്രധാനമാണ്. ആഫിയത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പണം കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ആഫിയത്ത് നഷ്ടപ്പെട്ട ആൾക്ക് പണം ഉണ്ടായിട്ടുള്ള കാര്യം ആരോഗ്യം, മാനസികാരോഗ്യം വിട്ട് 2 വിട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം. അതിനും വലിയ ഞാമത്തൊന്നുമില്ല. നേരം പോലെ തിരിച്ചിട്ട് നമുക്കൊരു അസുഖമൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുന്നുണ്ടെങ്കിൽ അവൻ തന്നെ രാജാവ്. ഈ ലോകത്തെ രാജാവിന് കിട്ടുന്ന അതേ സംതൃപ്തി ഇവനക്കും കിട്ടും. ശരിക്കും ചിന്ത ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു ഹാപ്പിനെസ് ആണ്. കാരണം രോഗമുള്ളവർക്ക് ചിന്തിക്കുന്നത് അത് മാത്രമാണ്. രോഗമുള്ളവർക്ക് പൈസ അല്ലല്ലോ വേണ്ടത്. കോടീശ്വരന്മാർക്ക് എന്താ വേണ്ടത്? ആരോഗ്യമാണ് വേണ്ടത്. അപ്പൊ അത്ര വലിയ നിയമത്താണ് ആരോഗ്യം. അത് ബാങ്കിന്റെ ഈ കാമത്തിന്റെ ഇടയിൽ ആഫിയത്തിനെ ചോദിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് ഹദീസുണ്ട്. പിന്നെ ഓക്കിസ്ത എപ്പോഴും പറയാറുണ്ടെന്ന്. അപ്പൊ അത് നമ്മൾ മറക്കരുത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമല്ലേ ആഫിയത്ത് ചോദിക്കുക. ചോദിച്ചിട്ട് പിന്നെ അല്ലാഹുവിന്റെ ഖളാഅുകളാണ് നമ്മോട് പറഞ്ഞത് നമ്മൾ ചെയ്യാതെയും. മനസ്സിലായി? സദക്ക ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാനുള്ള സമ്പത്തൊക്കെ തന്നിട്ടില്ലേ? പിന്നെ ഞാൻ മറന്നു പോകാണ്ടിരിക്കാൻ അതിൽ മൊബൈലും അലാറൊക്കെ മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ട് അലാറം വെക്കുക. പൈസ സ്വതക്ക തന്നെ റെക്കോർഡ് ചെയ്യുക. സ്വതക്ക പണ്ട് ഉമറുള്ളാനു അല്ലേ, നീ മരിക്കുമെന്ന് പറയാൻ വേണ്ടിട്ട് ആളെ ഏൽപ്പിച്ചു. നമുക്ക് അല്ല അമ്മച്ചാ മതി, പക്ഷെ നമുക്ക് പേടിന് ഒന്നും മുണ്ടാടുക്കാൻ പറയും. മനസ്സിലായ? നീ ഒന്നും മുണ്ടാടുക്കാൻ പറയും. പക്ഷെ അവരതല്ല, വലിയ സദസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കും വന്നിട്ടേ മരിക്കും എന്ന് പറയുന്നു. നമുക്ക് ദേഷ്യം പിടിക്കൂലേ? പക്ഷെ അവരങ്ങനല്ല അത് ചെയ്ത്. മനസ്സിലായ? അപ്പൊ മറക്കാതിരിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മള് മറ്റേ സംസാരം ബുർദക്കേഷുള്ള സംസാരം കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ. എന്തിന് എന്ന് ചോദിച്ചിട്ട്
ലക്ഷ്യം നമ്മൾ പറഞ്ഞു, അള്ളാഹുവാണ് നമ്മൾ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ എന്ന ചോദ്യത്തിലേക്ക് വരുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതിലേക്ക് പോകും. അത് മരണചിന്തയാണ് മെയിനായിട്ട്. എങ്ങനെ അതിലേക്ക് എപ്പോഴും നമുക്ക് എത്തിപ്പെടാനുള്ള എളുപ്പമാർഗം. അപ്പൊ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിന്തയെ നമ്മ ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല, ചിന്തിക്കൂല. അല്ലാതെ ഈ എത്ര നാള് ജീവിക്കും എന്നൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കിയാലേ, ഒരു പണക്കാരനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് എത്ര ഉണ്ട്, ഇപ്പൊ എത്ര വയസ്സായി, ഇപ്പൊ എത്ര കൊല്ലം ഉണ്ടാവും, ഇപ്പൊ 80 വയസ്സായുള്ള അവസ്ഥക്ക് എന്താണ് ഹാല് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാലേ പോടാന്ന് പറയും നമ്മളോട്. മനസ്സിലായി? ചിന്തിക്കാൻ ആഴ്ചയില്ല. ഇങ്ങനെ ചിന്തിക്കാതെ ജീവിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടാ പൈസ ഉണ്ടാക്കണ ചിന്തിക്കും. എത്ര പ്രായമായാലും പൈസയോടുള്ള ഇഷ്ടം കൂട്ടിക്കൊണ്ടിരിക്കുള്ളൂ. ഒരിക്കലും മനസ്സിലാക്കുന്നത് പ്രായം കൂടിയാൽ ഇനിയിപ്പോ എന്തിന് പൈസ ആണ്. ഗൾഫിൽ കാണാൻ ചിലപ്പോ, ഗൾഫിലൊക്കെ പോയാലും വയസ്സായ ആൾക്കാർ ഗൾഫിൽ പിന്നെയും വരും. എന്താണെന്ന് അറിയില്ല. അത് ഇനിയും ജീവിക്കുന്നതാണ്. അപ്പൊ ഒരു ആയുസ് കൂടാൻ വേണ്ടിയിട്ട് നോക്കിക്കോ, നമ്മൾ മരിക്കൂല എന്നുള്ള എന്താ പറഞ്ഞോട് നോക്കിയാ പിന്നെ നോക്കില്ല. അത് നമ്മളങ്ങനെ തന്നെ ഉണ്ടാ. നമുക്ക് ആയുസ് വേണം. എന്തിന്? നമുക്ക് ഇബാദത്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണ്ടേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ചെയ്യാം. ദുഹാ നിസ്കാരം മറക്കണ്ട, നേട്ടം ഓർമ്മിക്കുക. പറഞ്ഞിട്ടുണ്ടാവും നമ്മള് സ്വലാത്തുൽ ദുഹാ തജ്രിബു റിസ്ഖ എന്നുള്ളത്. ഇതൊന്ന് റീഫ്രഷ് ചെയ്യണം. ഓക്കെ, നമ്മളിനി അടുത്ത ക്ലാസ് തൊട്ട് കറക്റ്റ് യാസീനൊന്ന് വേഗം തീർക്കണേ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ല, ഇങ്ങനെയൊക്കെ പോയാലും മതി. നമ്മള് ഓരോന്ന് ഉൾക്കൊണ്ട് കുറച്ച് മാറ്റം വരുത്തണം. അപ്പോ എന്ത് ചെയ്യണം? ദുഹാ നിസ്കാരം കഴിയുന്നവർ ഇരുന്നിട്ടെങ്കിലും നിസ്കരിക്കാൻ പറ്റേ. പെറ്റണിയെന്ന് മറക്കരുത്. ലാ യുഹാഫിദു അലാ സ്വലാത്തിൽ ദുഹാ ഇല്ലാ അവാബ്. ഖേദിച്ച് മടങ്ങുന്നവർക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, ശരിക്കും ദുഹാ നിസ്കരിക്കാൻ പറ്റില്ല. ദുഹാ നിസ്കാരത്തിന് നമുക്ക് നന്ദിയിൽ പെട്ടൊരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് 360 കിണുപ്പുണ്ടെന്ന, 360 കിണുപ്പ്. യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സ്വതഖ. വകുല്ലു തസ്ബീഹത്തിൻ സ്വതഖ വകുല്ലു തഹ്ലീലത്തിൻ സ്വതഖ വകുല്ലു തക്ബീറത്തിൻ സ്വതഖ വകുല്ലു തഹ്മീദത്തിൻ സ്വതഖ വഅംറു ബിൽ മഅറൂഫി സ്വതഖത്തുൻ വനഹ്യുൻ അനിൽ മുൻകരി സ്വതഖ. ഒക്കെ സ്വതഖാണ്. തസ്ബീഹിലെ സ്വതഖാണ്, തഹ്ലീലിലെ ദിക്റിലെ സ്വതഖാണ്, തക്ബീറിലെ സ്വതഖാണ്, തഹ്മീദ് ഹംദിലെ സ്വതഖാണ്. ഒരാളോട് നല്ല കാര്യം കൽപ്പിക്കൽ സ്വതഖാണ്, മോശം കാര്യം വെടിയാൻ പറയലും സ്വതഖാണ്. വയുജിസു അഹദകും മിൻ ദാലിക കുല്ലിഹി റക്അതാനി യർകഉഹുമാ മിൻ അദ്ദുഹാ ശഫീഉന റസൂലുള്ളാഹി. എന്നാൽ അവനിക്ക് ഇതിനൊക്കെ പാടെ സമമായി നിൽക്കും. എന്ത്? ഇതിന് സമമായി നിൽക്കുന്നതാണ് 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക. 360 കണുപ്പിനും നമ്മൾ എന്ത് ചെയ്യണം? സ്വതക്ക കൊടുക്കണം. എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് തന്നില്ല അല്ലാഹു. അതിനെന്തെങ്കിലും തരാൻ പറയണമെങ്കിൽ അല്ലാഹു വേറെ പൈസ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. പൈസ കൊടുക്കണമെങ്കിൽ വേറെ ആൾ കൊടുക്കണം. അള്ളാഹ് കെട്ടിയറിയാൻ പറ്റില്ല. ഞാൻ അള്ളാഹ്ക്ക് മാത്രം തരണം. മുജാഹിദുകൾ എന്നാ പിന്നെ സക്കാത്തിന്റെ പൈസ ഒക്കെ കെട്ടിയിട്ട് ആകാശത്ത് കയറിയിട്ട് അള്ള മേലെ നിയച്ചിട്ട് വിഷയം മനസ്സിലാവുണ്ട്. അതും ജനങ്ങൾക്ക് കൊടുക്കുക. അള്ളാഹ്ക്ക് ഇപ്പം കൊടുക്കണ്ട. അള്ളാഹ്ക്ക് ഇപ്പൊ നമ്മൾ ചെയ്താലും പ്രത്യേകിച്ചൊന്നും മാറ്റം വരാനില്ല. അപ്പൊ നമ്മൾ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കാൻ എഴുതിച്ചിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെള്ളിയാഴ്ച എന്തായാലും നിസ്കരിക്കാലോ. വെള്ളിയാഴ്ച ഇങ്ങോട്ട് കയറൂലേ? തഹിയ്യത്തിന്റെ നിസ്കാരം നിസ്കരിക്കുന്നതിന്റെ കൂടെ ദുഹയുടെ 2 റക്അത്തും കൂടി വെച്ചു കൊടുക്കുക. റവാത്തിബ് വെച്ചു കൊടുക്കുക. ഏത്? ദുഹറിന് മുമ്പുള്ള 4 റക്അത്തിൽ 2 റക്അത്ത്. നമ്മൾ ദുഹറിന് മുമ്പ് 4 റക്അത്തും ശേഷം 2 റക്അത്തും കൂടി നിസ്കരിക്കുക. ദുഹറിന് മുമ്പ് മാത്രം 4. എന്തിനാ? 12 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവനക്ക് എന്തുണ്ട്? ലുഹ ബാങ്ക് കൊടുക്കൽ മുമ്പ് നിസ്കരിക്കണം. അല്ലെങ്കിൽ പിന്നെ കള്ളാ വിട്ട ലുഹ സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നവർക്ക് കള്ളാ വിട്ട. അന്ന് മാത്രമായിട്ട് കള്ളാ വിട്ട കുഴപ്പമില്ല. കള്ളാ വിട്ടാൻ പറ്റും. മനസ്സിലാവണ്ട? അപ്പൊ നമ്മൾ പറഞ്ഞത് സ്വർഗത്തിലൊരു വീട് കിട്ടുന്നത് ലുഹ നമ്മൾ ഇഷ്റാഖിന്റെ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോ 7:30 8 മണിയൊക്കെ ആകുമ്പോ തുടങ്ങാം. മനസ്സിലായോ? ഏറ്റവും നല്ലത് 9 മണി 10 മണി സമയത്താണ്. ഇഷ്റാഖ് ഉണ്ട് പറഞ്ഞ ഇഷ്റാഖ് ഉണ്ട്. അതെന്നെ ലുഹാണെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഔസാലിമാമൊക്കെ പറഞ്ഞ ഇഷ്റാഖ് ഉണ്ട്. 7 മുഴം ഉയർന്നു കഴിഞ്ഞാൽ, ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്നു കഴിഞ്ഞാൽ, സൂര്യൻ ഉയർന്നു കഴിഞ്ഞാൽ ഇഷ്റാഖ് എന്ന് പറഞ്ഞ നിസ്കാരമുണ്ട്. ചിലരത് ചില മഹാന്മാർ അതിനെ 2 ആക്കിയിട്ടുണ്ട്. ഇഷ്റാഖ് ഒരു നിസ്കാരമുണ്ട്, അത് കഴിഞ്ഞിട്ട് ലുഹ ഉണ്ടെന്ന്. ചില മഹാന്മാർ പറഞ്ഞേക്കുന്നത് ലുഹ തന്നെയാണ് ഇഷ്റാഖ് എന്നും അഭിപ്രായമുണ്ട്. ഔസാലിമാമൊക്കെ അതിനെ ഇഷ്റാഖ് നിസ്കാരം ഉണ്ടെന്ന് തന്നെയാണ്. മനസ്സിലായ? അപ്പൊ അങ്ങനെ നിസ്കരിക്കുക. എന്തായാലും ലുഹ ഏതായാലും നിസ്കരിക്കാം. മനസ്സിലായ? അപ്പൊ അത് കറക്റ്റ് സമയം എന്ന് പറഞ്ഞത് 9 മണി 10 മണി ആ സമയത്ത് നിസ്കരിക്കുക. എത്രയോ ലുഹ്ർ ബാങ്ക് കൊടുക്കുന്ന സമയമുണ്ട്. ഏറ്റവും നല്ല സമയം ഇതാണ്. കറക്റ്റ് 9 മണി 10 മണി ആ സമയത്ത് നിസ്കരിക്കുക.
അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം. വലിയ സൂറത്ത് ദുഹാനോദ, ഇത് നമ്മൾ തരം കിട്ടാനുള്ള സംഭവമാണ്. സ്വർഗത്തിലൊരു വീട് കിട്ടാനേ, സ്വർഗത്തിൽ വീട് കിട്ടാന്നതിന്റെ അർത്ഥം സ്വർഗത്തിൽ പോകുന്നതാണ്. വേറൊന്നും മനസ്സിലാക്കാനില്ല, നമുക്ക് സ്വർഗത്തിൽ കിടക്കണം. അപ്പൊ അതിനുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ദായമാക്കി പിടിക്കണം. മനസ്സിലായേ? അപ്പൊ അതില് ലുഹ കൊണ്ട് ഇപ്പൊ ഈ ഒരു ഗുണമുണ്ട്. പിന്നെ വേറെന്താ പറഞ്ഞപ്പോ തന്നെ സൂറത്ത് ദുഹാൻ വെള്ളിയാഴ്ച സൂറത്ത് ദുഹാൻ ഓതാ. അത് പറ്റൂലേ? അത് നമുക്ക് സിമ്പിളായിട്ട് ഓതാൻ പറ്റുമെന്നില്ല. അസറിന് ശേഷം ഓതാ, അല്ലെങ്കിൽ രാത്രി തന്നെ കഴിച്ചോട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ഇല്ല, ഇന്ന് പോയിട്ടോതേ ഏതെങ്കിലും സമയം നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് നമ്മനോട്ടാ. ഇനി ആരും വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല, നമുക്ക് ഇനി ഉപദേശങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇപ്പൊ കിട്ടിയ ദിവസത്തിൽ മാറി നമ്മൾ ഈ പ്രായത്തിലുള്ളവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞ്, കുറെ ആൾക്കാരൊക്കെ കബറിലെത്തി കഴിഞ്ഞ്. നമുക്കിനിപ്പോ പോണത് മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യാം. ഷാഫി മാമിനെ കുറിച്ച് ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോ എല്ലാ ദിവസവും ഉറക്കം വെക്കണം, എല്ലാ ദിവസവും ഉറക്കം ഒഴിക്കും, കുറച്ച് നേരമൊക്കെ കിടന്നെങ്കിലുള്ളൂ. മനസ്സിലായി? എല്ലാ മഹാന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ കാണുന്നത്. സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ, സയൻസ് പരമായിട്ട്, അല്ലെങ്കിൽ ഈ നമ്മളെ ഡോക്ടർമാരെ ഇത് നോക്കുമ്പോൾ ഉറക്കൽ പ്രശ്നമാണ്. പക്ഷെ ഷർഈയായിട്ട് നോക്കുമ്പോൾ അത് മദ്ഹാണ്. മനസ്സിലായി? അപ്പൊ ബുദ്ധിയുള്ളവർക്ക് ഉറക്കം വരൂല. മനസ്സിലാവണ്ട? അപ്പൊ കൊടുക്കണല്ലേ ഇത് വേണം, ഈ ഗുണം. അപ്പൊ അത് സൂറത്ത് ദുഹാന്. പിന്നെ വെള്ളിയാഴ്ച മറക്കരുത്, ഇപ്പൊ തന്നെ ചെല്ലാൻ പറ്റും. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. അപ്പൊ ഇത്തില്ല നിങ്ങളതില്, അത് മറക്കരുത്. ഈമാൻ കിട്ടി മരിക്കുന്നതാണ്, അത് ചെയ്യാം. ഭക്ഷണത്തിൽ ഈലാഫി സൂറത്ത് ഓതി മന്ത്രിക്കുക. അത് കീഴൊരു ഷറഹയിലുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു. ഒരെണ്ണം ഈലാഫി പ്രവേശനുള്ള ആ സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചതിന് ശേഷം, ഊതിയതിനു ശേഷം ഭക്ഷണം കഴിക്കുക. അൽ മഇദത്തു ബൈതുദ്ദാഇ വൽ ഹൈമിയത്തു റഅ്സുൽ ദവാ എന്നാണ് ആമാശയാണ് എല്ലാ രോഗത്തിന്റെയും തല. അധികരിച്ച രോഗവും വയറുമായി ബന്ധപ്പെട്ടെന്ന് വരാം. അപ്പൊ അത് എന്ത് ചെയ്യുക, ആത്മീയമായിട്ടുള്ള ഒരു മരുന്നാണ് ഈലാഫി ഓതി മന്ത്രിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം നമ്മൾ ചെല്ലണം. മഗ്രിബിന് ഇങ്ങനെ കേൾക്ക പള്ളിയിൽ നിന്ന്. അപ്പൊ ഒരു 3 വട്ടം ചെല്ലാൻ പറഞ്ഞ നമ്മള് 3 വട്ടം എന്തായാലും പറ്റില്ല. ഏതൊരാൾക്ക് 3 വട്ടം ചെല്ലാൻ പറ്റും. അത് രാവിലെയും ചെല്ല, സുബഹിക്ക് മുമ്പും സുന്നത്തുണ്ട്. സുബഹിക്ക് മുമ്പ് അതിന് കേൾക്കില്ല. നമ്മള് മറന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് അത് വീണ്ടെടുക്കുക. മനസ്സിലായ? എന്താണ്? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ലിർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം ഷഫീഉനാ റസൂലുള്ളാഹി. വളരെ സിമ്പിളാണ്, നാവിന് എളുപ്പമാണ്, മീസാനിൽ ഭയങ്കര കനമുള്ള സാധനമാണ്, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അപ്പൊ അത് 3 വട്ടം ചെല്ലാൻ. എന്നും 50 വട്ടം നാം പരദൂഷണം പറഞ്ഞവർക്ക് വേണ്ടി പൊറുക്കലിന് തേടുക. അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്ന മിൻ കഫാറത്തിൽ ഗൈബത്തി അൻ തസ്തഗ്ഫിറ ലിമൻ ഖതബതഹു തഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലഹു എന്നാണ്. മനസ്സിലായോ? അപ്പൊ അത് വലഹും എന്ന് പറയണം. അത് നമ്മൾ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളിപ്പോ ഒരാളെ ഗൈബത്ത് പറഞ്ഞ് അങ്ങോട്ട് പോകാനും പറ്റില്ല. പറഞ്ഞു കുടുങ്ങില്ല, റബ്ബേ ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. അതെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കല്? ഗൈബത്ത് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കല്? നമ്മൾ പറഞ്ഞ വർത്താനം അവനുള്ളപ്പോ പറയാൻ പറ്റുമോ? മനസ്സിലാവില്ല. പറ്റുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യാൻ പാടില്ല, ഗൈബത്തായി. അവൻ കടന്നു വരുമ്പോൾ സംസാരം മാറ്റേണ്ടി വരുന്നുണ്ടെങ്കിൽ, അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരം മാറ്റുകയാണെങ്കിൽ, അതവൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത വിഷയമാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം. ചിലപ്പോൾ നല്ല മധു ചിലപ്പോൾ നമ്മൾ മാറ്റും, വേണ്ട കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അതല്ല, നമുക്ക് തന്നെ അറിയാലോ ഏകദേശം. അത് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഐഡിയ നമ്മൾ പറഞ്ഞു. അപ്പൊ അതെന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലഹും എന്ന് 50 വട്ടം. പിന്നെ ആയത്തുൽ കുർസി എല്ലാ നിസ്കാരത്തിന് ശേഷം. അത് മറന്നു കഴിഞ്ഞാല് പോകുമ്പോ ചെല്ലാന്നർത്ഥം. മഗ്രിബിനൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ദ്വാരക്കുമ്പോ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫലത്തിലിരിക്കായിരിക്കും. എന്താണ് അതിന്റെ? നിസ്കാരത്തിന് ശേഷം തൊട്ടുടനെ ആവലാണ് അതിന്റെ മട്ടം. മൻഖറ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സ്വലാത്തിൻ മക്തുബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. ഒരു തടസ്സമുള്ളൂ സ്വർഗ്ഗത്തിൽ കിടക്കാൻ. എന്താണ്? മരിക്കണം എന്നുള്ള. മനസ്സിലായ? വേറെ ഷർത്തുകളുണ്ട് കേട്ടാ. ഹിന്ദുക്കൾ ഓതിയിട്ട് കാര്യം ഉണ്ടാവില്ല, മുസ്ലിം ആയിരിക്കണം, അങ്ങനത്തെ ഷർത്തുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഈ മുമ്പേ ഒരു ആളുകൾ നടന്നു പോണ ഒരു വലിയൊരു മഹാനാണ്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ കച്ചറ കാണിച്ച് അടിച്ച് പൊള്ളിക്കാണ്.
അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതലൊരു പറഞ്ഞു അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പം മൂപ്പര് ദുആ ചെയ്യണത് അവരെ ഇവിടെ സന്തോഷിപ്പിച്ചതുപോലെ റബ്ബേ നാളെ സ്വർഗത്തിലും സന്തോഷിപ്പിക്കാൻ. അപ്പൊ മറ്റൊരു എന്ത് പണി ചെയ്തത് നിങ്ങളോട് എതിരെ ദുആ ചെയ്യില്ല പറഞ്ഞ് അവര് അതിന്റെ അർത്ഥം ഇവര് ഈ സ്വഭാവമൊക്കെ മാറ്റട്ടെ എന്നാണ്. സ്വർഗത്തിൽ ഇതേമാതിരി സന്തോഷിക്കണമെങ്കിൽ ഇതേമാതിരി സ്വഭാവം പറ്റില്ല. അപ്പോ അതിന്റെ അർത്ഥം ഇവരുടെ ഈ സ്വഭാവമൊക്കെ മാറിയിട്ട് നന്നാവട്ടെ. മനസ്സിലായ മുത്തനബിയോടും പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിര്യങ്ങൾക്ക് എതിരൊന്ന് ദ്വാർക്കാൻ പറയാം. അപ്പൊ മുത്തനബി പറഞ്ഞു ഇന്നമാ ബുഇസ്തു റഹ്മതൻ വലം ഉബ്അസ് അദാബാ, ഞാൻ റഹ്മത്തായിട്ട് ആക്കപ്പെട്ട ആളാണ്, ശിക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല. മനസ്സിലായ? എന്നിട്ട് തീരെ ദ്വാ ചെയ്തിട്ടില്ല എന്നല്ല, മനസ്സിലായ? അത് ചില സമയത്ത് അള്ളാഹു പറയും ഒന്ന് ദ്വാർക്കാൻ തന്നെ, അള്ളാഹു തോന്നിപ്പിക്കാണ്ട് ഒന്നും ചെയ്യില്ലല്ലോ. അപ്പൊ അത് എന്ത് ചെയ്യും, അധികവും 99% റഹ്മത്ത് തന്നെയാണ് കാണാൻ പറ്റുക ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് എന്തേ ആയത്തുൽ കുർസി ഓത ഒന്ന് മരിച്ചിട്ടാണെന്ന് അർത്ഥം കേട്ടാ. പിന്നെ മഗ്രിബിന് വശംസ് സൂറത്ത് ഓതി കഴിഞ്ഞാൽ അറിയാലോ അവനക്ക് ബുദ്ധിശക്തി വർദ്ധിക്കും. നമുക്ക് കൊടുത്തിട്ടുണ്ട് വശംസ് സൂറത്ത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ PDF ഒന്നും കൂടി വിട്ടുതരാം ഇൻഷാ അല്ലാഹ്. മീതി ഔസലാങ്ങൾക്ക് ഒരു ഫാത്തിഹ, അവർക്ക് ഒരു ഫാത്തിഹ എപ്പോഴും മോദൂകിൽ അവരെ ദുആയും ബാറക്കത്തും മറ്റൂമേ. വേറൊരു വരി പറയുന്നുണ്ട് അവരെ ദുആയും ബാറക്കത്തും കൊണ്ടോവർ ആഖിറവും ദുനിയാവും നിറഞ്ഞോവർ. ഒരു ഫാത്തിഹ ഓതിയാൽ മതി, മനസ്സിലാവണ്ട. അപ്പൊ അവരായിട്ടൊരു കണക്ഷൻ കിട്ടും. എന്നിട്ട് വിളിക്കണം ഔസലാങ്ങളെ എന്ന് വിളിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. സുബഹിയുടെ സുന്നത്തിന് ശേഷം കിടക്ക. സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല നമ്മള്, എന്നിട്ടല്ലേ കിടക്കല്ലേ. സുബഹിയുടെ സുന്നത്തിന് ആദ്യം അലം നശ്റഹി ഖുൽ യാ അൽ കാഫിറൂന, പിന്നെ അലം തറ ഖുൽ ഹുവല്ലാഹു അഹദ്. നമുക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഓതണ്ടേ എന്നുള്ളതിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് അവർക്ക് ബാസൂറിന്റെ അസുഖം ഉണ്ടാവില്ല എന്നാ, മനസ്സിലായ? ഉള്ളവർക്ക് അത് ശമനാണ്, ഇല്ലാത്തവർക്ക് വരില്ല എന്ന്. സുബഹിയുടെ സുന്നത്തിൽ ഓതേണ്ടത് 4 സൂറത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. 17ാമത്തെ വിഷയമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതൊന്നും കൂടി മാറിയാലും കുഴപ്പമില്ല, ഒരക്കത്തിൽ മറന്നാൽ 4ഉം കൂടി ഇതാ, മനസ്സിലായ? നമ്മൾ ഓതേണ്ട സൂറത്തുകൾ മറന്നുപോയാൽ 2ഉം 4ഉം കൂടി ഊതിയാൽ മതി, മനസ്സിലായ? അല്ല അതൊരു ഒരക്കത്തിൽ തന്നെ മൊത്തം ഊതാ. അത് കുഴപ്പമില്ല, അങ്ങോട്ട് മാറിയോണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് മാറണ്ട, അതിനാണ് നമ്മളിത് കൊടുത്തിച്ചേക്കണത്. സുബഹിയുടെ സുന്നത്തിന് ശേഷം കിടക്കുക. അതിന് നമ്മൾ ഇടം വരെ കൊടുത്തിട്ടുള്ളത് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല മീകായില വഇസ്റാഫീല വഅസ്റായീല വഹമലത്തിൽ അർശി മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്റിനി മിനൻ നാർ. അല്ലാഹുമ്മ അജ്റിനി മിനൻ നാർ എന്നുള്ളതിന് പകരം അതും ചെല്ലണം. പിന്നെ അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന 7 വട്ടം. അല്ലാഹുമ്മ അദ്ഖിൽനി, എന്നെ നീ പ്രവേശിപ്പിക്ക് അൽ ജന്ന, സ്വർഗത്തിലും കൂടി. അത് ഞാൻ ഇന്ന് ഒരു കിതാബ് നോക്കിയപ്പോൾ അതിൽ കണ്ട് ഇതും കൂടി ആഡ് ചെയ്യണം, മനസ്സിലായ? ഒന്നും കൂടി അമർത്തി വയ്ക്കുക, അത് ഇങ്ങനെ കിടന്ന് അല്ല ഇവിടുത്തെ പ്രശ്നമാണോ? ഹലോ ആണെങ്കിൽ മൈക്ക് എടുക്കേണ്ടി വരും. മതി, നിർത്താം, മതി. ഇതാണ് പൂർത്തിയാക്കിട്ടേ. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ ഓരോ ഭക്ഷണപ്പിടിയിലും അൽഹംദുലില്ലാ എന്നും പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യർദാ അൻ അർദിയത, അവിടുത്തെ ഈ മൈക്ക് എടുത്തേ. പിന്നെ അത് ഓഫാക്കാൻ പറ്റില്ലേ? ഹലോ അല്ലാഹു തആല തൃപ്തിപ്പെടും. ഹലോ ഓക്കെ, ഇത് കുറച്ചും കൂടി സെറ്റപ്പില്ല, ക്ലിയർ ഉണ്ട് അല്ലേ? അപ്പോ അല്ലാഹു തആല തൃപ്തിപ്പെടും. ഓരോ ഭക്ഷണപ്പിടിയിലും അൽഹംദുലില്ലാ എന്ന് പറയാം. വെള്ളം കുടിക്കുമ്പോഴും അത് പറയാം. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതുക. ഇന്ന് മുമ്പ് പറഞ്ഞല്ല, അത് റിപ്പീറ്റഡ് ആണ് ഇൻഷാ അല്ലാഹ്. ബാങ്കിന്റെ ദുആഇന് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതാം. അതിന്റെ
അതിന്റെ മഹത്വം നമ്മൾ പറഞ്ഞിരുന്ന അതും കൂടി നമ്മൾ പറയും, എനിക്ക് ഓർമ്മയില്ല അതിന്റെ മഹത്വം. ഈ 27 വട്ടം എന്ത് ചെയ്യുക, അല്ലാഹുമ്മ വഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ ദിവസവും എന്ത് ചെയ്യുക, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടി കഴിഞ്ഞാൽ ഇതുണ്ടാവും. അതുകൊണ്ട് നമുക്കിനി എക്സ്ട്രാ കയറ്റാനുള്ളത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എവിടെയായിരുന്നു, നിർത്താണ് നമ്മൾ അതിൽ കേട്ടിട്ടില്ല. അപ്പൊ അതും കൂടി ഞാൻ കേട്ടിട്ട് PDF ഇട്ടുതരാം കേട്ടാ. PDF ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് നോക്കാം. നമ്മളെ മാറ്റം, നമ്മളെ തീരുമാനങ്ങളാണ്, ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങളല്ലേ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്ത് എന്താണ്, അലം യറൗകം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുത്തുനബിയോട് എന്ത് ചെയ്തിട്ടില്ല, എല്ലാവരുടെയും പാഠങ്ങളായിട്ട് പറഞ്ഞു കൊടുത്ത് ഓരോ സമുദായക്കാരെയും നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ സമുദായത്തിനെ കുറിച്ച് വേറൊരാൾ ടീമിനോട് വേറെ സമുദായത്തിനോട് എന്ത് ചെയ്യുന്നില്ല, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല, ലാസ്റ്റ് സമുദായം ആയതുകൊണ്ട്. പക്ഷെ മുത്തുനബിയോട് കുറച്ച് പരാതികൾ പറഞ്ഞത് 5 പരാതികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ പരാതി എന്തായിരുന്നു, അതായിരുന്നു. ഒന്ന്, അവരോട് ഞാൻ നാളത്തെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അവര് ഓടിച്ചാടി നടക്കണം എന്തിന്, നാളത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. തീരെ തേടണ്ടെന്നല്ല, തൃപ്തിയില്ലാത്തൊരു ചാട്ടം ചാടണ്ട, നമ്മൾ വല്ലാതെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോ നമ്മ ടെൻഷനാവും. തൽക്കാലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണത്, അന്ന് പറഞ്ഞതൊക്കെ കഴിഞ്ഞ്. ഇനി പിന്നെ രണ്ടാമത് എന്തായിരുന്നു, അതിൽ കുറേ പറയുന്നുണ്ട്. ഭക്ഷണം കൂടാൻ എന്താ ചെയ്യേണ്ടത്, അതിലും പറയുന്നത് നമ്മളെന്ത്, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ ഭക്ഷണം കിട്ടുന്നുണ്ട്. കസ്റത്തുൽ ഇസ്തിഗ്ഫാർ തജ്രീബുർ റിസ്ഖ് ആണ് വേറുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു, മൂന്നാമത്തെ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഉണ്ടാവും, ഇന്നഹു യകൂനു റിസ്ഖി വയഷ്കുറൂന ഗൈരി വയഹൂന മഈ വയുസാലിഹൂന ഖൽഖി. അവർ എൻ്റെ ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് വേറെ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്, നന്ദി ചെയ്യുന്നു. വെച്ചാല് നമ്മളെ ഭക്ഷണം കഴിക്കുന്ന എന്താണ്, കൂറുകൂടെ പാലുവിടുന്നും ഭക്ഷണം ഇവിടുന്ന് കൂറ് വേറെ എടുത്തൊക്കെ പറയല്ലേ, അങ്ങനെന്തോ ഒരു ചൊല്ലുണ്ട്. അതേമാതിരി എന്ത് ചെയ്യാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഖാലിസാക്കുന്നില്ല ഇബാദത്തുകൾ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇബാദത്തൊക്കെ ഭയങ്കര സ്ലോ ആണ്. ഒറ്റക്കാണ സമയത്ത് വേറെ മോദനസ്കാരം. അൽ ഇഹ്സാൻ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാനെ കുറിച്ച് പറഞ്ഞത് എന്താ, അള്ളാഹു കാണുന്നുണ്ട്, നമ്മൾ കാണുന്നില്ലെങ്കിലും CCTV ഉള്ളപ്പോൾ നിസ്കരിക്കുന്ന പോലെ രണ്ടാൾക്കാരോട് ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊന്നൊരു മൈൻഡില്ല, മനസ്സിലായ. അപ്പൊ അത് ഒരു ബോധത്തോടു കൂടിയായിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാകാതെ നമ്മൾ നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നാലാമത് പറയുന്നത്, അനൽ മുഇസ്സു വഹും യത്ലുബൂനൽ ഇസ്സ മിൻ സിവായ, ഞാനാണ് പ്രൗഢിയുള്ള ആള്, അഭിമാനി ഞാനാണ്, പക്ഷേ അവരെന്ത് ചെയ്യാണ്, മറ്റുള്ളവരിൽ നിന്നും അഭിമാനം തേടുകയാണ്. അപ്പോ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്നാണ്. അള്ളാഹ്ക്കും മുഅ്മിനീങ്ങൾക്കൊക്കെയാണ് ഇസ്സത്ത്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അഭിമാനം. അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മടിയും കാണിക്കാൻ പാടില്ല. അതാണ് നമുക്ക് ചങ്കൂറ്റം. പള്ളിയുടെ ഇടയിൽ പോയി നിസ്കരിക്കാൻ, നീക്ക് വേറെ പണിന്നില്ല, ഇതാണ് എൻ്റെ ജോലി, ഇതിനാണ് ഞാൻ പടക്കപ്പെട്ടിരിക്കുന്നത് എന്ന ചിന്ത. അതിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു കാര്യം ചെയ്യാൻ പറ്റിയ വരുന്നുണ്ട്, യാ മുഇസ്സു എന്നത് പുതിയ സാധനങ്ങൾ കയറാണ് എന്നത് 41 വട്ടം യാ മുഇസ്സു എന്ന് വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഇസ്സത്തോടു കൂടി വളരുന്ന, അഭിമാനത്തോടു കൂടി വളരുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതല്ല, മഗ്‌രിബിന് ശേഷം എന്നാണ് അതിന്റെ കണക്ക്, വൈകിട്ട് മഗ്‌രിബിന് ശേഷം. ഇനിയിപ്പം മറന്നാൽ ഇശാഇന് ശേഷം ചൊല്ലാവുന്നതാണ്, മനസ്സിലായി. അപ്പൊ യാ മുഇസ്സു 41 വട്ടം ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതകൾ പറയുന്ന സ്ഥലത്ത് അത് പറയുന്നുണ്ട്. അപ്പോ ഇസ്സത്ത് എന്ത് ചെയ്യാ, അള്ളാഹുവിനോട് തേടുക. നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റുള്ളവരിൽ നിന്നും ഇസ്സത്ത് തേടേണ്ട ആവശ്യമില്ല. വാപ്പ നിർത്തി, വാപ്പ വലിയ പണക്കാരാണെങ്കിൽ ഈ വേറെ ആൾക്കാരെടുത്ത് പോയിട്ട് പൈസ ചോദിക്കുന്നത് വാപ്പ കുറച്ചിലാണ് അല്ലേ. വാപ്പാട് പറയോ, നിങ്ങളെ മോൻ എന്താണിത് അവിടെ പണക്കാരനെങ്കിൽ. അപ്പൊ നമ്മളെ അള്ളാഹു വലിയവനാണ്.
അപ്പൊ എന്ത് ചെയ്യുക, അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്നുവെച്ചാൽ മഹാന്മാരുടെ അടുത്ത് പോകാൻ പാടില്ല എന്നല്ലല്ലോ, അത് നമ്മളോട് തന്നെ ഇപ്പോൾ ചോദിക്കുന്നത്. മനസ്സിലായ? അതായത് ഇഖ്ലാസ് തന്നെ എന്നതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടെ നിന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അഞ്ചാമത്തെ ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആയത്ത് നമുക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നി ഖലഖതു നാറ ലികുല്ലി കാഫിരിൻ വഹും യജ്തഹിദൂന അൻ യുഖഉ അൻഫുസുഹും ഫീഹാ എന്നാണ് അൻഫുസുഹും ഫീഹാ. എന്താണ്? ഞാൻ നരകം പടച്ചു വെച്ചേക്കുന്നത് കാഫിര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവരെ പ്രവർത്തനം കാണുമ്പോൾ, ഇവരെ കഷ്ടപ്പാട് കാണുമ്പോൾ ഇവര് അതിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവണ്ട? മറ്റുള്ള ഇബാദത്ത്, നമ്മളെ ഇബാദത്തുകളൊന്നും സ്വീകരിച്ചോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പൊ നമ്മൾ ഇബാദത്തുകളൊക്കെ ഒന്ന് നന്നാക്കണം. ഉജിബത്തിന്നാറ് കുറച്ചൊക്കെ പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആയത്തിലേക്ക് കിടക്കാണ്. നമ്മൾ ഈ പറഞ്ഞ ആ പരാതി മുത്തുനബിയോട് തന്നെ പറഞ്ഞ കുറച്ച് പരാതികളാണ്, 5 പരാതികളാണ്. നമ്മൾ കുറെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഒന്നുകൂടി ഓടിച്ച് പറഞ്ഞതാണ്. ഇനി നമ്മൾ വീണ്ടും പറയുന്നത് എന്താണ്? പുനർജന്മമില്ല എന്ന് പറയുന്നവർക്ക് എന്താണ് താക്കീതായിട്ട് പറയുന്നതാണ്. നമ്മൾ കുറച്ചെടുത്തതാണ്, വീണ്ടും ഇവിടെ തുടങ്ങാണ്. വആയത്തുൽ ലഹും എന്താണ്? ചത്ത ഭൂമി, തരിശുഭൂമി എന്താണ്? അഹിയൈനാഹാ, അതിനെ നമ്മൾ ജീവിപ്പിച്ചു. വഅഖ്റജ്നാ മിൻഹാ, അതിൽ നിന്ന് നമ്മൾ പുറപ്പെടുവിച്ചു. എന്താണ്? ഹബ്ബൻ, പിന്നെ വിത്തുകളും ധാന്യങ്ങളും പലതും നമ്മൾ പുറപ്പെടുവിച്ചു. ഫമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിക്കും. മനസ്സിലാവണ്ട? അപ്പൊ അതൊരു ദൃഷ്ടാന്താണ്, അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. വെറുതെ ഇരുന്നിട്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് നോക്കി എന്താണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ വാക്യ സൂറത്തിൽ പറയുന്നുണ്ട്. അഫറഅയ്തും മാ തഹറൂൻ, നിങ്ങളാണോ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നമ്മളാണോ? അത് ചെടി വെക്കുന്ന സമയത്ത് ചെല്ലിയാല് ചെടി വേഗം വൃക്ഷങ്ങളൊക്കെ വെക്കുമ്പോഴേ അത് ചെല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വൃക്ഷങ്ങളെ പിടിക്കുന്ന. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനാണോ? വിത്ത് കൊണ്ടുവിടാൻ പറ്റും, മുളപ്പിക്കാൻ നമുക്ക് വരില്ല. കിടന്ന് ബലം പിടിച്ചാൽ മുളക്കൂലല്ലോ. സാധാരണയും മുളച്ചു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളാണ് മുളപ്പിക്കുന്നത്. ഏതെങ്കിലും വിത്ത് നമ്മൾ മുളപ്പിക്കാണ്ടിരിക്കുമോ? ഒക്കെ മുളക്കാനല്ലേ മുറയുള്ളൂ. നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും. സാധാരണയിൽ മുളച്ചു വരുന്നുണ്ട് എന്ന് വെച്ച് എന്ത് മനസ്സിലാക്കരുത്? നമ്മളാണ് മുളപ്പിക്കുന്നത് മനസ്സിലാക്കരുത്. അത് നമുക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കരുത്. അപ്പോൾ ആ വിത്ത് കുഴിച്ചിടുന്നത് നിങ്ങളാണോ അതല്ല ഞാനാണോ? അത് അള്ളാഹു ആണല്ലോ. ശരിക്കും നമ്മൾ കുഴിച്ചിടുന്നുണ്ട്, പക്ഷെ അതിനെ മുളപ്പിക്കുന്നത് ആരെ എന്ന ചോദ്യം. അപ്പൊ ഭൂമി ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ മഴ കൊണ്ടുവരുന്നു. ഞാൻ അവിടെയൊക്കെ ചർച്ച ഉണ്ട്, വെള്ളം കൊണ്ടുവന്ന കാര്യം. അപ്പൊ ഞങ്ങൾ ഫിൽറ്റർ ചെയ്ത് കുടിക്കുന്നു. ഫിൽറ്റർ ചെയ്ത് ചർച്ച ഉണ്ട്. ഇനി അതിനെക്കുറിച്ച് കുറച്ച് ബാക്കിയിൽ പറയുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇനി മുടങ്ങാതെ വരണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്കൊന്നും കൂടി ഈ ലെവലൊന്ന് നോക്കി നോക്കാം. കുറച്ച് ആൾക്കാർ വരാൻ പറ്റാത്തവരുണ്ട്. വന്നാനിക്കാർക്ക് വെറുതെ ചാടിക്കേറിങ്ങനെ വരും. അപ്പൊ നമുക്കിത് വിട്ടുകൊടുക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ ക്ലാസ്സൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് നമ്മളെ ഒരുത്തൻ്റെ കടമോന് ഹാർട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് ഓപ്പറേഷൻ എന്തോ സർജറി നടക്കുന്നതാണ്. അപ്പൊ അത് കുറേ ദ്വാജ എന്നിട്ട് ഗ്രൂപ്പിൽ വന്നിരുന്നു. അല്ലാഹു തആല കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലിമീങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും നമ്മൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.